പേരാമ്പ്രയിലെ പേരൻപ് മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ ശബ്ദം. ശേഷം മൈക്കിലല്ല, ശേഷം സ്ക്രീനിൽ ഫാത്തിമ തഹ്ലിയ. ആരാകും മുഖ്യമന്ത്രി? ഷാഫി പറമ്പിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് ഫാത്തിമ തഹ്ലിയ എന്നൊരു സംസാരമുണ്ട്. എന്നോട് ആരൊക്കെയോ അവിടുന്നൊക്കെയോ പറയുന്നുണ്ട്. ലീഗിൽ ആര് ജയിച്ചാലും ഈ തട്ടമിട്ട ശശികല പരാജയപ്പെടണം. ചിരിക്കണ്ട, പാർട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഷാഫി വരുന്നു എന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ക്രൗഡാണെന്ന് എതിർപ്പാർട്ടിക്കാർ പറയും. ഒരാളെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേക അജണ്ട ഉണ്ടായിട്ടുണ്ട്. സ്വരാജ്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഘാവ്? അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിലുള്ള ഭാര്യ മത്സരിക്കും, പക്ഷെ ഭർത്താവാണ് ഇതൊക്കെ കഴിഞ്ഞു. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കാണാറില്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടനയെ പരിശോധിച്ചാലും അതിലേറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുകയും റോളിലേക്ക് വരികയും ചെയ്യുന്നത് ലീഗിലായിരിക്കും. ഒരു പെൺകുട്ടി പൊളിറ്റീഷ്യൻ ആവുക എന്നൊരു തീരുമാനം പറയുന്നത് അതിന്റെ കൂടെ തന്നെ എസ്പെഷ്യലി ഒരു മുസ്ലിം വിമണും കൂടെയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു. നജ്മ തബ്സീറിന്റെ ഇപ്പം വിഷുവിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം ലീഗ് തന്നെ സൈബർ അറ്റാക്ക് ചെയ്തല്ലോ. ഞാൻ പുലർത്തുന്ന പൊളിറ്റിക്സിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലൊരു അണിമണി തൂക്കം വ്യത്യാസം എനിക്ക് ഇപ്പോഴും അപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക്